ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യാഷിജി വ്ലോഗ്സിന്റെ പുതിയൊരു ബിഗ് ബോസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ പേര് ധന്യാഷിജൻ. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6 മാർച്ച് 10 തന്നെ തുടങ്ങുമെന്ന വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞുവല്ലേ. എന്തായാലും അതിന് മുന്നോടിയായിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ 6 എത്താൻ സാധ്യതയുള്ള ആ ഒരു മത്സരാർത്ഥികളുടെ 80% കൺഫേം ലിസ്റ്റുമായാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 6 എത്താൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ ബോഡി ബിൽഡർ ആണ്. അത് മാത്രമല്ല നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 5 കണ്ടസ്റ്റന്റ് ആയ റോൺസൺ ജിൻഡോയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി ഇട്ടിരുന്നു. തീർച്ചയായും ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ടാമത് കണ്ടസ്റ്റന്റാണ് രാധിക നായർ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആണ്. അത് മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ 5 പ്രസ് മീറ്റിൽ റിനോഷിനോട് ആദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിച്ച ആ ഒരു ജേർണലിസ്റ്റ് ആണ് രാധിക നായരൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 6 വേദിയിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും മിന്നുന്ന പ്രകടനം തന്നെ കാഴ്ചവെക്കും എന്ന കാര്യം നമുക്ക് വിശ്വസിക്കാം. മൂന്നാമത് കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ ജാഫർ. ഒരുപക്ഷെ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ നമ്മൾ ആദ്യം മുതൽ കേട്ടുകൊണ്ടിരുന്ന ഒരു പേരാണ് ബ്യൂട്ടി വ്ളോഗറായ ജാസ്മിൻ ജാഫർ. അത് മാത്രമല്ല കുക്ക് വിത്ത് കോമഡി ഫെയിമുമാണ് ജാസ്മിൻ ജാഫർ. തീർച്ചയായും ജാസ്മിൻ ജാഫറും ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നാലാമത് കണ്ടസ്റ്റന്റ് ആണ് ഋഷി. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. ഉപ്പും മുളകും എന്നുള്ള ഒരു പ്രോഗ്രാമിലെ ഫെയിമാണ് ഋഷി. അഞ്ചാമത് കണ്ടസ്റ്റന്റ് ആണ് സിജോ ടോക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് സിജോ ജോൺ. അദ്ദേഹം കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അനവധി സോഷ്യൽ റിലവന്റ് ആയ വിഷയങ്ങൾ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് സിജോ ജോൺ. തീർച്ചയായും സിജോ ടോക്സ് എന്ന ഈ ഒരു ചാനലിലൂടെ അറിയപ്പെടുന്ന സിജോ ജോൺ ബിഗ് ബോസ് മലയാളം സീസൺ 6 വേദിയിൽ ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം. ആറാമത് കണ്ടസ്റ്റന്റ് ആണ് ശരണ്യ ആനന്ദിന് ഒരുപക്ഷെ എല്ലാ കുടുംബ പ്രേക്ഷകർക്കും അറിയുമായിരിക്കും. ഏഷ്യാനെറ്റിന് കുടുംബവിളക്ക് എന്നുള്ള സീരിയലിലെ വേദിക എന്നുള്ള ഒരു കഥാപാത്രം അതിമനോഹരമായി അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് ശരണ്യ ആനന്ദിനെയും നമ്മുടെ റോൺസൺ അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട്. തീർച്ചയായും ശരണ്യ ആനന്ദം ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഏഴാമത് കണ്ടസ്റ്റന്റ് ആണ് യമുന റാണി. ഈ യമുന റാണിയുടെ പേരും റോൺസന്റെ സ്റ്റോറിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് ഏഷ്യാനെറ്റിൽ തന്നെ ഉണ്ടായിരുന്ന ചന്ദനമഴ എന്നുള്ള ഒരു സീരിയലിലെ മധുമതി എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തിയാണ് യമുന റാണി. അത് മാത്രമല്ല ചെറുതും വലുതുമായ ഒരുപാട് മൂവികളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് യമുന റാണി. എട്ടാമത് കണ്ടസ്റ്റന്റ് ആണ് മുകേഷ് ആർ നായർ. അദ്ദേഹം മല്ലു ജേണിയിലുണ്ട്. അത് മാത്രമല്ല ഫുഡ് ബ്ലോഗർ ആണ്. നമ്മുടെ റോൺസന്റെ സ്റ്റോറിയിൽ മുകേഷ് ആർ നായരുടെ പേരും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും റോൺസൺ ഈ ഒരു വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 മുകേഷ് ആർ നായർ ഉണ്ടാകുമെന്ന്. ഒൻപതാമത്തെ കണ്ടസ്റ്റന്റ് ആണ് ജസീല പർവീൺ. സീരിയൽ ആക്ട്രസ് ആണ്. ജസീല പർവീണിന്റെ പേരും റോൺസൺ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പത്താമത് കണ്ടസ്റ്റന്റ് ആണ് അപ്സര. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. അപ്സര ആൽബി നമ്മുടെ ഏഷ്യാനെറ്റിന്റെ സാന്ത്വനം എന്നുള്ള ആ ഒരു സീരിയലിലെ വില്ലത്തി കഥാപാത്രമായ ഒരു പാര കളിക്കുന്ന ഒരു കഥാപാത്രമായ നമ്മുടെ ജയന്തി എന്നുള്ള ആ ഒരു കഥാപാത്രത്തെ അതിമനോഹരമായി അവതരിപ്പിച്ച വ്യക്തിയാണ് അപ്സര ആൽബി. തീർച്ചയായും അപ്സര ആൽബിയൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 6 വേദിയിൽ വരുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അപ്സര ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉണ്ടാകുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. സോ എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫാസ്റ്റ് അപ്ഡേറ്റ് അറിയാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.